14,80,000 രൂപ സർക്കാർ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് ജാമ്യവ്യവസ്ഥയിലെ ഇളവ് അനുഭവിക്കേണ്ടതില്ലെന്നു തന്നെയാണ് അബ്ദുൽ നാസർ മദനിയുടെ തീരുമാനം. സുരക്ഷാ ചെലവിനായി കർണാടകം ആവശ്യപ്പെട്ട ഭീമമായ തുക നൽകാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി മദനി സുപ്രീം കോടതിയിലേക്ക് പോകും. ജസ്റ്റിസ് S.A. ബോബ്ഡ അധ്യക്ഷനായ ബെഞ്ചിനു മുന്നിൽ മദനി വിഷയം ഉന്നയിക്കും. ഇതിനു മുന്നോടിയായി മദനിയുടെ അഭിഭാഷകൻ കർണാടക സർക്കാരിന് നോട്ടീസ് അയച്ചു. അതേസമയം പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ PDP നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. സുരക്ഷ കേരള പോലീസ് വഹിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക സർക്കാരിന് കത്തയക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. കേരള ഗവൺമെന്റ് കർണാടക ഗവൺമെന്റുമായി അടിയന്തരമായി ബന്ധപ്പെടണമെന്നാണ് മുഖ്യമന്ത്രിയുമായി ടെലിഫോണിൽ സംസാരിച്ചപ്പോഴും ഞങ്ങളുടെ നിവേദനത്തിലും പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഒരു തവണ വന്നപ്പോൾ ആരും വന്നില്ലല്ലോ ബാംഗ്ലൂരിൽ നിന്ന്. നമ്മുടെ കേരള പോലീസാണല്ലോ സുരക്ഷ ഒരുക്കിയത്. ഓഗസ്റ്റ് 1 മുതൽ 14 വരെ കേരളത്തിൽ തങ്ങുന്നതിനായിരുന്നു അബ്ദുൽ നാസർ മദനിക്ക് സുപ്രീം കോടതി ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചത്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു, തിരുവനന്തപുരം, ഡൽഹി.